ശ്രീജിത്ത് പണിക്കർ, ഇത് ആരാണ് പറയുന്നത്, ആരാണ് ആഹ്വാനം ചെയ്യുന്നത്? അത് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുന്നത്. കാരണം അവരുടെ അജണ്ടയാണ്, ഇപ്പോൾ സംഘ് പരിവാർ അജണ്ടയാണ്. ഇപ്പോൾ ഗവർണർ ആണെങ്കിൽ തന്നെ ഗവർണർ അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കൊടുക്കുമ്പോൾ അത് സംഘ് പരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതാണ്. അതിനോട് ഞങ്ങൾ സഹകരിക്കേണ്ട, അതാണ് പറയുന്നത്. അപ്പോൾ ആ മെസ്സേജ് നൽകുന്നയാൾ ആരാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഈ നിലപാടെടുത്തിരിക്കുന്നത്. അത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ശ്രീ റോണി സംസാരിക്കുന്നതിൻ്റെ പൂർണ്ണ ഭാഗം കേട്ടില്ല. ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ഓർക്കേണ്ടത് ഈ ദിവസത്തിന് കൊടുത്തിരിക്കുന്ന പേര് വിഭജന ഭീതി അനുസ്മരണ ദിനം എന്നാണ്. രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത് അതിന് ഇരയാക്കപ്പെട്ട കുറേയധികം ആൾക്കാരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാർ, പലായനം ചെയ്യേണ്ടി വന്ന ആൾക്കാർ, ഉറ്റബന്ധുക്കൾ 2 രാജ്യങ്ങളിലായി പോകേണ്ടി വന്ന ആൾക്കാർ, പിന്നെ കൊല ചെയ്യപ്പെട്ട ആൾക്കാർ, ഈ പലായനത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ട്രാൻസ് മൈഗ്രേഷനിൽ മരണപ്പെട്ടു പോയ ആൾക്കാർ, പിന്നെ ഏതാണ്ട് 75,000-ഓളം ആൾക്കാർ, സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നുമുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിലെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ ട്രാൻസ് മൈഗ്രേഷനാണ് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായത്. ഏതാണ്ട് 2 കോടി ആൾക്കാർ അതിൽ അഫക്റ്റഡ് ആയി എന്നാണ് കണക്ക്. അതേപോലെ തന്നെ അതിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 2 മില്യൺ ആണ്, 20 ലക്ഷം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വേരോടെ പിഴുതെറിയപ്പെട്ട കുറേയധികം ആൾക്കാർ, അങ്ങനെ ഇരയാക്കപ്പെട്ട ആൾക്കാരെ അനുസ്മരിക്കുന്നതിനാണ് ഈ ദിനം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മതന്യൂനപക്ഷമൊക്കെ ഇതിൽ എവിടെ നിന്നാണ് കയറി വരുന്നത് എന്നെനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയെ പറ്റി പറയുന്നു. ജിന്ന ഇന്ത്യൻ മുസ്ലിമിൻ്റെ പ്രതീകമാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിൽ ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിം പോലും അങ്ങനെ കരുതുമെന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതിൽ മതന്യൂനപക്ഷത്തിനെയൊക്കെ തന്നെ ചുമ്മാ കൊണ്ടുവന്ന് അനാവശ്യമായിട്ട് വർഗീയമല്ലാത്ത രാജ്യ താല്പര്യത്തിലുള്ള കുറേയധികം പാവപ്പെട്ട ഇരയാക്കപ്പെട്ട മനുഷ്യരെ ഓർമ്മിക്കുന്നതിനുള്ള ഒരു ദിവസത്തിനെ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് അതിനെ എന്തോ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതല്ല എങ്കിൽ ഓഗസ്റ്റ് 14-ാം തീയതി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായതിൻ്റെ പേരിലാണോ അന്ന് ഇങ്ങനെ ഒരു ദിവസം വെച്ചതിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ദുരന്തത്തിനെ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ട്രാജഡിയെ, അങ്ങനെയുള്ള കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒന്നുമല്ല. അങ്ങനെ കോൺഗ്രസിന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടാകുന്നു. ആ ലിബറേഷൻ വാർ ഉണ്ടാകുന്ന സമയത്ത് ബംഗ്ലാദേശിൽ വളരെ കൂട്ടമായിട്ട് മനുഷ്യക്കുരുതി ഉണ്ടാകുന്നുണ്ട്. ബംഗ്ലാദേശ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് മാർച്ച് 25 ജനസൈഡ് റിമെമ്പറൻസ് ഡേ എന്നാണ് അതിനെ ആചരിക്കുന്നത്. ആ വംശഹത്യ അന്ന് നടന്നിരിക്കുന്നതിനെ ആ രാജ്യം ഒന്നാകെ അനുസ്മരിക്കുകയാണ്. അത് വർഗീയത പടർത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും അതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നും നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അത് ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലെസൺസ്. അവർക്ക് നമ്മൾ ട്രിബ്യൂട്ട്സ് അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ നമ്മുടെ തലമുറയിലോ അല്ലെങ്കിൽ വരും തലമുറകളിലോ ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. ഇപ്പോൾ ഈ അടുത്തിടെ പോലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യുക്രൈനിൽ അവിടെ സെലൻസ്കി തന്നെ സ്ഥിരമായിട്ട് ആചരിക്കുന്ന അവരുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട അനുസ്മരണ ദിവസമാണ് ഹോളോഡോമർ മെമ്മോറിയൽ ഡേ. 1930-കളിൽ ഒരു മാൻമെയ്ഡ് ഫാമിൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും യുക്രൈനിലുള്ള നിരവധി ആൾക്കാർ അതിന് വിധേയരായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ട്രാജഡിയെ അവർ ഓർക്കുകയാണ്, ഹോളോഡോമർ ഡേ. അപ്പോൾ ഈ ഹോളോഡോമർ മെമ്മോറിയൽ ഡേയിലാണ് അവർ ചില പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളെ അവരെ അതിഥികളായിട്ട് ക്ഷണിക്കുന്നതും ആ സമയത്ത് ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നതും ഒക്കെ ഈ ഒരു ദിവസമാണ്. എന്തിനേറെ പറയുന്നു, ഒരു 2 ഡസനിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ കൃത്യമായിട്ട് അനുസ്മരിക്കുന്ന മറ്റൊരു ദിവസമാണ് ഹോളോകോസ്റ്റ് ഹൊറേഴ്സ് റിമെമ്പറൻസ് ഡേ. നമുക്കറിയാമല്ലോ, ഹോളോകോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലാരാണ് വിധേയരായിട്ടുള്ളത്, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് വിധേയരായിട്ടുള്ളത്, ഇതെല്ലാവർക്കും അറിയാം. ജർമ്മനിയിൽ അത് ആചരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോളോകോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാസികളും അതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുമാണ്. പക്ഷെ ജർമ്മനിയിലും ഈ ഒരു ദിവസം അവരിങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യന്, പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഇരയാക്കപ്പെട്ട മനുഷ്യരോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അവരെ ഓർക്കുന്നതിൽ കൂടി മാത്രമേ നമുക്ക് ഇന്ന് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ.